எங்களை எல்லாரும் பயன்படுத்திட்டு இருக்கீங்க. இந்த கொலை நடந்த விஷயம் தெரிஞ்சதும் அலெக்சாரும் அவர் ஆளுங்களும் இங்கேருந்து போயிட்டாங்க. போலீஸ் இங்கே வந்து அத்தனை அப்பாவி மக்களையும் கொலைகாரன் சொல்லி பிடிச்சிட்டு போயிட்டாங்க. நாங்கள் என்ன பாவம் பண்ணோம், என்ன பாவம் பண்ணோம் சார்? ഇന്നലെ രാത്രി മുഴുവൻ അലക്സ് ഇവിടെ ഉണ്ടായിരുന്നു. இங்கே தான் இருந்தோம். இந்த நிலம் வைக்கிறத பற்றி ஏதோ சட்டமெல்லாம் பேசினா. இந்த கொலை பண்ணது அவங்க இல்லை. പിന്നാരാ? அது யாருக்கு தெரியும்? எங்கள் ஆளுங்களை போலீஸ் அடித்து கொண்டுடுவாங்க. அவங்கள உங்களால் காப்பாற்ற முடியுமா? ഞാൻ നോക്കാം. இங்கே நிம்மதியாக வாழ்ந்துட்டு இருந்த எங்களை நீ தான் இதுக்குள்ளே இழுத்து போட்ட. ഞാനൊന്നും ചെയ്തില്ല. உங்கள் காசை வாங்கி ஒப்பு போட்டது எங்கள் அப்பா. அதை நாங்கள் மதிக்கிறோம். நாங்கள் இந்த நிலம் விட்டு கொடுத்தா போதுமா உங்களுக்கு? அதுக்காக தானே வந்தேன். இந்த காடு முழுக்க வாங்கி சாப்பிட்டுக்கங்க. ഞാൻ വരും. കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള അറുകാണിക്കാട്ടിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് തക്കല സിഐ ശക്തികുമാറിനെയാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തക്കല പോലീസ് പോലീസ് ജീപ്പിന് സമീപമാണ് മൃതദേഹം. 7 മാസത്തിനിടെ തമിഴ്നാട്ടിൽ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന 4ാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ശക്തികുമാർ. തൂത്തുക്കുടി എസ്.ഐ. അരസു, സേലം എസ്.ഐ. തിലകവതി, നാഗർകോവിൽ എസ്.ഐ. ശിവരാജ് എന്നിവരാണ് ഇതിനു മുൻപ് കൊല്ലപ്പെട്ട മറ്റു 3 പേർ. അവൾ അവരുടെ കൂട്ടത്തിലുള്ള ആളാണെങ്കിൽ മൂപ്പനത് അറിയില്ലേ? പിന്നെന്തിനാണ് അവളത് ചെയ്തത്? മൃതദേഹങ്ങളുടെ മുഖങ്ങൾ വികൃതമാക്കുന്ന പ്രാകൃതമായ ശൈലിയാണ് മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കമല കൊലപാതകങ്ങൾക്കെല്ലാം. അതേ ശൈലിയിലാണ് ഈ 4 കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത് എന്നതാണ് ഇതിനു പുറകിലും കമല ഗ്രൂപ്പാണെന്ന പോലീസിന്റെ സംശയം ബലപ്പെടുത്തുന്നത്. ശരീരത്തിലെത്തിയാൽ നിമിഷങ്ങൾക്കകം മരണം സംഭവിക്കാവുന്ന അതിതീവ്രമായ ഒരു രാസവസ്തു ഉപയോഗിച്ചാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് ഫോറൻസിക് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ധനേഷ് ലൈനിലുണ്ട്. ഇതെന്താ കുടിക്കാമോ? പിന്നെ ഗംഗാനദിയിൽ നിന്നുള്ള വെള്ളം. ഇതിനേക്കാ ഡേഞ്ചറസ് ആയിട്ടുള്ള ആസിഡ്സ് ഉണ്ട് നമ്മുടെ ബോഡിക്കകത്ത്. നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയാണ് അവൾ ആ ഡോക്യുമെന്റ്സ് കത്തിച്ചത്. അവൾ കമലയല്ല, ഫിസയല്ല, വിമലകുമാരിയും. പിന്നെ പ്രിയ, ഇന്ന് മോർണിംഗ് ബുള്ളറ്റിനിൽ ഒരു കമല ന്യൂസ് കവർ ചെയ്തില്ലായിരുന്നു? എനിക്കതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വേണം. ബസ് ലേറ്റായോ? ഐ ഹാവ് പ്രിപ്പയർഡ് സാൻഡ്വിച്ച് ഫോർ യു. കം. ലളിതാക്ക ഇന്ന് വന്നില്ലേ? വന്നിരുന്നു. അക്കടെ കാല് ചുരുട് നീര്. ഞാൻ പോയി ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഹൗ വാസ് അമ്മമ്മ? ഫൈൻ. നിധി ചേച്ചിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ ഉണ്ട്. ഐ വിൽ ഗെറ്റ് ഇറ്റ് ഫോർ യു. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന ആദ്യത്തെ ട്രൈബൽ സ്റ്റുഡന്റ് ആയിരുന്നു കമല. സത്യത്തിൽ അവളുടെ റിവോൾട്ട് തുടങ്ങുന്നതും ആ ക്യാമ്പസിൽ നിന്നാണ്. അത്രമാത്രം അവൾ ആ ക്യാമ്പസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ബൈ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അങ്ങനെയെല്ലാം. ഒടുവിൽ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് മടങ്ങിപ്പോയിട്ടാണ് ഇങ്ങനെ ഒരു ട്രൈബൽ മൂവ്മെന്റ് കമല തുടങ്ങുന്നത്. മീഡിയയിലൊക്കെ അക്കാലത്ത് ഒരുപാട് വന്നിട്ടുള്ള സ്റ്റോറിയാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? അമ്മ ഇതിനകത്ത് വൈഫൈ കണക്റ്റാണല്ലോ. സ്റ്റഡി ആപ്പിൽ എന്തിനാ വൈഫൈ? അതിൽ മെമ്മറി കുറവാ കണ്ണാ. ഇനി വരുമ്പോഴേ അവൻ്റെ ടാബിൽ ആപ്പ് ലോക്ക് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണേ. കമല എങ്ങനെ മിസ്സിംഗ് ആവുന്നത്? അതൊരു വർഷം മുമ്പാണ്. പോലീസുകാർ തന്നെ കൊന്നതാണെന്നും പ്രേമിച്ച് ഒളിച്ചോടിയതാണെന്നും അതല്ല ISC ചേർന്നതാണെന്നും അങ്ങനെ പല കഥകളുണ്ട്. പക്ഷെ എന്തായാലും അതോടെ ഈ മൂവ്മെന്റ് ഇല്ലാതായി. ഇപ്പോ ഈ മർഡർ സീരീസ് സ്റ്റാർട്ട് ചെയ്യണവരെ. ഈ കമലയ്ക്ക് RECയിൽ വല്ല ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? അറിയില്ല, അന്വേഷിക്കേണ്ടി വരും. അത്യാവശ്യമാണോ? അതെ. നോക്കട്ടെ, ഞാൻ വിളിക്കാം. അല്ല, എന്താ കാര്യം?
പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഗുഡ്. അപ്പം ഞാൻ ചോദിക്കില്ല. ശരി. നീ ചിന്തിക്കുന്നത് കറക്റ്റ് ലൈല സഫ്രാൻ. ഈ കമലയ്ക്ക് RECയിലുണ്ടായിരുന്ന ഏതോ ഒരു ലെസ്ബിയൻ ഫ്രണ്ടാണ് ഈ പെണ്ണ്. ആ ലെസ്ബിയൻസ്, അതാണ് അവക്ക് ഞാൻ തൊട്ടപ്പോൾ ചൊറിഞ്ഞത്. വെറുതെ അല്ല. അവൾ ടെററിസ്റ്റ് ആണ്. അല്ലെങ്കിൽ വെറുതെ ഒരു പെണ്ണ് കരയായിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? നെക്സ്റ്റ് വീക്ക് അപ്പാടെ ട്രസ്റ്റിൻ്റെ പേരിൽ ഈ വീട് രജിസ്റ്റർ ചെയ്യണം. ഞാൻ അമ്മാമ്മയോട് സംസാരിച്ചു. ഗുഡ്. അപ്പ ഓൾവേസ് വാണ്ടഡ് ദാറ്റ്. അങ്ങനെ ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ല കമലയ്ക്ക് അവിടെ. അതാണല്ലോ ആ ക്യാമ്പസിൽ അവൾ നേരിട്ട പ്രധാന പ്രശ്നവും. ആകെ കൂടി അവൾക്ക് അവിടെ സപ്പോർട്ടായിരുന്നത് അവളുടെ ഒരു പ്രൊഫസറാണ്, വൺ അഗസ്തി. ഈ കമല മിസ്സിംഗ് ആയതിനു ശേഷവും അതിന്റെ പിന്നിലെ മിസ്റ്ററി സോൾവ് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട് കുറെ ഹ്യൂമൻ റൈറ്റ്സ് കേസും ഒക്കെ ആയിട്ട് നടന്നിരുന്നു ഈ പ്രൊഫസർ. ഈ അഗസ്തി ഇപ്പോൾ എവിടെയാണ്? ഹീസ് ഡെഡ്. ആ മരണവും ഒരു വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. അഗസ്തിക്ക് ഒരു മകളുണ്ടായിരുന്നു. ഹി വാസ് എ ബാച്ചിലർ. ഒരു മിനി അബ്ദുൽ കലാം ടൈപ്പ്. റിസർച്ചും ടെക്നോളജിയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ജീവിതം. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലുള്ള കോൺട്രവേഴ്സി? ഈ അഗസ്തി പഠിക്കാൻ ബ്രില്യൻ്റ് ആയ കുറച്ച് ഓർഫൻ കുട്ടികളെ സ്പോൺസർ ചെയ്തിരുന്നു. അതിൽ 2 കുട്ടികൾ സ്കോളർഷിപ്പോ മറ്റോ കിട്ടി ട്രിച്ചിയിലെത്തിയപ്പോൾ ഇവർ 3 പേരും കൂടി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒരു അൺയൂഷ്വൽ ഫാമിലി. അത് തന്നെയായിരുന്നു അഗസ്തി ആ ട്രാജഡിയിലേക്ക് നയിച്ചത്. എല്ലാ ജീനിയസിനും ഒരു ഫ്ലിപ്പ് സൈഡ് കാണുമല്ലോ. ജീവനുള്ള ഒരു ഹ്യൂമൻ ബോഡിയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാവുന്ന ഡൈജസ്റ്റീവ് ആസിഡിൻ്റെ ക്വാണ്ടിറ്റിയാണിത്. ഞാനിത് പറഞ്ഞപ്പോൾ കോളേജിലെ കാര്യം പോട്ടെ, നീ പോലും സംശയിച്ചില്ലേ? ദിസ് ഇസ് ടേക്കൺ ഫ്രം മൈ ഓൺ ബോഡി. കറക്റ്റ് കോമ്പിനേഷൻ ആണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു ആസിഡിനേക്കാളും പവർഫുള്ളാണിത്. അതാണ് ഹ്യൂമൻ ബോഡിയുടെ പവർ. ബട്ട് വി ആർ യെറ്റ് ടു റിയലൈസ് ദാറ്റ്. ഹലോ, നിന്നോടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അസൈൻമെന്റ് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാപ്പാ. ഇതിൻ്റെ ഫസ്റ്റ് പേജ് ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നീ ശ്രദ്ധിച്ചില്ല. ഇതാണ് ഞാൻ കോൺസെൻട്രേഷനെ കുറിച്ച് പറയുന്നത്. എവിടെ? കുറച്ച് സിം കാർഡ്സ് കൂടി കിട്ടാൻ ചാൻസ് ഉണ്ടോ അപ്പാ? നോക്കാലോ, പക്ഷേ ഇത് റീസൈക്കിൾ ചെയ്ത് കിട്ടുന്ന സ്വർണം മുഴുവൻ എനിക്ക് തരണം. കളിയാക്കണ്ട. ദർ ഈസ് ഗോൾഡ് ഇൻ ദിസ്. വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണേ ഉള്ളൂ. എൻ്റെ സ്കൂൾ പ്രൊജക്ട് അനാലിസിസ് കഴിയുമ്പോൾ നോക്കിക്കോ. വരട്ടെ, പ്രോജക്റ്റ് അനാലിസിസ് വരട്ടെ. എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? നിധി അഗസ്തി, അതാണ് ഭംഗി. ആൻഡ് യു ആർ മയൂര അഗസ്തി, മൈ ഫ്യൂച്ചർ സ്പേസ് സയന്റിസ്റ്റ്. I now know what's called family. My sweet appa. ഫോൺ. ഹലോ. Hello. Who's this? Who are you to say that? I will fight for Kamala. She deserves justice. കമല, കമല, കമല. പെട്ടെന്ന് എത്തിയല്ലോ. പേടിപ്പിച്ചല്ലോ. ഇതെവിടെ പോയി? ചുമ്മാ നടന്നു. ഹെൽപ്പ്. സഫർ ഇങ്ങനെ പേടിക്കാത്ത ആളാണല്ലോ. അങ്ങനെ പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്കുള്ള പേടിയൊക്കെ എനിക്കില്ലേ. നമുക്കൊരു ഡ്രൈവിന് പോയാലോ? റിലാക്സ്ഡ് ആവാൻ നല്ലതാ. ഐ ലവ് നൈറ്റ് ഡ്രൈവ്. പോവാം. കുറച്ച് സമയം ഇവിടെ നിൽക്കാം അല്ലേ? നിൽക്കാം. Can I love you? You know what? Love happens in 3 stages. അറിയാം. ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും ഫിസിക്കലാണ്. സഫറിന് ഇപ്പോൾ എന്നോട് തോന്നുന്ന ഈ ഫിസിക്കൽ അട്രാക്ഷൻ പോലെ.
അത് ശരിയാ. സെക്കൻഡ് സ്റ്റേജ് സൈക്കോളജിക്കൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്നെ ഇങ്ങനെ 1 മണിക്കൂറിൽ കിട്ടിയാൽ വെറുതെ എന്നോട് സംസാരിച്ചിരിക്കാൻ മാത്രം തോന്നുന്ന ഒരു സ്റ്റേജ്. എനിക്കങ്ങനെ തോന്നുന്നേയില്ല. തേർഡ് സ്റ്റേജ് എന്തെന്ന് വെച്ചാൽ I'm sorry. What, sorry? കമല, കമല, ഞാനൊന്ന് പറയട്ടെ. ഒരാളിനെയും വിശ്വസിക്കരുതെന്ന് നിങ്ങൾ എന്നെ വീണ്ടും പഠിപ്പിച്ചു. യു കെൻ ഗോ. ഹേയ്, ഹലോ, ഒന്നേ. നൗ വാട്ട്? നിങ്ങളുടെ കൂടെ ഈ രാത്രി ഇവിടെ താമസിക്കാൻ എനിക്കിനി ധൈര്യമില്ല. എന്തുകൊണ്ട്? പരസ്പര സമ്മതമില്ലാതെ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഞാൻ തൊട്ടിട്ട് പോലുമില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പൊ അവിടെ ഉണ്ടായതോ? ആ രീതിയിൽ ടെംപ്റ്റഡ് ആയി കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ ആണല്ലാതിരിക്കണം. Whatever. I don't trust you anymore. You can go. ഞാൻ എങ്ങോട്ട് പോകാൻ? ഈ രാത്രി നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരും? എനിക്കൊന്നും സംഭവിക്കില്ല. എന്ന് പറയാൻ നമ്മൾ ആരാണാവോ? എന്നാ ഞാൻ തിരിച്ചു പോയേക്കാം. ആയിക്കോട്ടെ. ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ച് എന്തെങ്കിലും വരുത്തി വെക്കുന്നതിനേക്കാളും നല്ലത് അത് തന്നെയാണ്. എന്താ പോണില്ലേ? എക്സ്ക്യൂസ് മീ, ഐ എം നോട്ട് എ റേപ്പിസ്റ്റ്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. ഈ രാത്രി മുഴുവൻ ഞാൻ ഈ റിസപ്ഷൻ ഏരിയ തന്നെ കാണും. ഓക്കെ? ഒരെണ്ണം തന്നോടല്ലോ. ഹലോ, എന്തായി രാവിലെ പറഞ്ഞ 2 കാര്യങ്ങൾ? രണ്ടും പെട്ടിയിലായി. വിട്ടു വെച്ചോളൂ. ഇരുവേട്ട, വിഴിഞ്ഞം ടൗണിൽ കണ്ണായ 1.5 ഏക്കറിന് എഗ്രിമെന്റ് വെച്ചേക്കുന്ന ഇന്ന് 25 ലക്ഷം കുറച്ച് ഞാൻ വാങ്ങിച്ചു തരട്ടെ. അതങ്ങനെ? ഈ റിസോർട്ടിനേക്കാളും നല്ല ഡീലാണ്. അപ്പൊ ഇത് നടക്കില്ലേ? ഇടാ, നീ കാര്യമുള്ള പോലെ പറ. മനുഷ്യനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ. വിഴിഞ്ഞത്ത് എവിടെയാടാ? കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണോ? വല്ല ജപ്തി കയറിയിരിക്കുന്ന സംഭവമാണോ? ഇരുവേട്ട, ഞാൻ വിളിക്കാം. ഒന്ന് പറഞ്ഞിട്ട് പോ. നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. മൂഡ് ശരിയല്ല അല്ലേ? സോറി ഫോർ വാട്ട് ഹാപ്പൻ. ഞാൻ ഈ ഗൗൺ ഇട്ടത് കൊണ്ട് വിരോധമൊന്നുമില്ലല്ലോ. ഉണ്ടായിരുന്നതൊക്കെ മുഷിഞ്ഞു. ഇത് ഞാൻ കമലയ്ക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ് മേടിച്ചതാന്ന് പറഞ്ഞതോ? അത് ഞാൻ വെറുതെ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ദാറ്റ്സ് നൈസ്. ആപ്പിൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതിൻ്റെ സീഡ് പോയിസണസ് ആണ്. കറക്റ്റ് ഡോസിൽ ബോഡിക്കുള്ളിൽ ചെന്നാൽ ആള് വടിയാവും. ഓ പിന്നെ ആണെന്നേ, ഞങ്ങൾ പഠിക്കുന്നതല്ലേ. കഴിക്കണമെങ്കിൽ ഉച്ചക്കത്തെ ചോറും ബീഫും ഉണ്ട്, ഞാൻ ചൂടാക്കി തരാം. മതി. Would you mind if I have a drink? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇതിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ആസിഡ്സ് ഉണ്ട് നമ്മുടെ ബോഡിക്കകത്ത്, അറിയോ? എൻ്റെ റിസർച്ച് തന്നെ അതില്ല. ഇൻട്രസ്റ്റിംഗ് ആയ വേറെ എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യന് പഠിക്കാനിരിക്കുന്നു. ഗുഡ് വൺ, ബട്ട് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. വേണമെങ്കിൽ ഈ ഫോൺ ഉപയോഗിച്ച് നമുക്കൊരാളെ ബോധം കെടുത്താം. അതുകൊണ്ട് തലക്കടിച്ചിട്ടായിരിക്കും. കം ഹിയർ, കാണിച്ചു തരാം.
എവിടെ? ഇതാ ഫോണിലെ ഈ സ്മോൾ എക്സ്റ്റൻഷൻ കണ്ടോ? ഇതിൽ ഞാനൊരു കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ, നൗ ദിസ് ഈസ് എ ഡൗൺലോഡഡ് ആപ്പ്. ഈ ആപ്പ് ഇങ്ങനെ ഓൺ ചെയ്താൽ ഇതിലെ കെമിക്കൽ ഹീറ്റ് ആവും. ഓക്കെ, ഹീറ്റായാൽ ഇതിൽ നിന്ന് ഫ്യൂംസ് വരും. വരട്ടെ. ഈ ഫ്യൂംസ് ഒരാൾ ശ്വസിച്ചാൽ വിത്തിൻ 60 seconds അയാൾക്ക് ബോധം പോവും. ഓ പിന്നെ പരീക്ഷിക്കുന്നു. വെല്ലുവിളിയാണോ? നല്ല മണം. എന്തിനിങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുന്നത്? പേടിയുണ്ടോ? കണ്ടില്ലേ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്നെ ഇങ്ങനെ നോക്കല്ലേ. ഇത് പതിവില്ലാത്തതാണല്ലോ. വാ വാ വാ, ഇരിക്കെ. എന്താ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഇരിക്കെ. നിങ്ങൾ കാര്യം പറയേ, വെറുതെ എന്നെ വിളിച്ചു വരത്തില്ലല്ലോ. എല്ലാവരും വിളിച്ചിട്ടുണ്ട്. തോമ പോരും. എടാ, നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ അതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. സങ്കടം വരുമ്പോൾ ഒറ്റയ്ക്ക്. അതാണ് അതിൻ്റെ ഒരു ശരി. നിങ്ങൾക്ക് സന്തോഷാന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണല്ലോ അല്ലേ? നിങ്ങൾ കാര്യം പറയും. നമുക്കിട്ട് പണി തന്നവർക്ക് തിരിച്ചങ്ങോട്ടൊരു പണി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതാടാ ശരിക്കുള്ള സന്തോഷം. അത് ഇരട്ടിയാടാ. കമല, കമല, കമല. ഏൻ ഡിലേ? ചങ്ങാട അപ്പുറത്തുനിന്ന് വരണം, ടൈം എടുക്കും. ഒന്നുമില്ല സാർ, സാർ ധൈര്യമായിട്ട് ഇറങ്ങോ. സംഘാട ഉടനെ വരും. പിന്നെ സഫറിൻ്റെ അടുത്ത് ലാപ്ടോപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവ ഇന്ന് തന്നെ റെഡിയാക്കും. ரொம்ப ഷൂഡ് ഇൻ ദ സഫർ. ആള് പാവാ, ഒടുക്കത്തെ പിശുകനാണെന്നേ ഉള്ളൂ. കുളിക്കണ സോപ്പ് മുതൽ ഐഫോൺ വരെ ഹോൾസെയിലായിട്ട് ഡസൻ കണക്കിന് എടുക്കും. എന്നിട്ട് നമുക്ക് റീറ്റെയിലായിട്ട് വിൽക്കുകയും ചെയ്യും. അതെന്നെ ഡസൻ കണക്ക്? ഒന്നുമില്ലേ, നമ്മ സഫറിന്റെ കാര്യം தான் சொன்னது. இப்போ டசன் கணக்கில் எடுத்துட்டு ஒருத்தன் கிளம்பியிருக்கான். இது வரைக்கும் 4 கேஸ் ஆயிடுச்சு. ആ സഫറിനെ ഒന്ന് നോക്കി വെച്ച സാറേ, കാശ് തരാന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ടീമാണ്. സംഘാടം വന്നില്ല സാർ. பியூட்டிஃபுல் பிளேஸ். இங்க ரிசார்ட் வந்துச்சுன்னா விசிட்டர்ஸ் வர்றதுக்கு கஷ்டமா இருக்காது? போட் சர்வீஸ் பிளான் பண்ண போறேன். ஓடங்கூட எக்ஸைட்டிங் தான். சிட்டி பிரெட் ராஸ்கல்ஸ்க்கு செல் பண்றதுக்கு ரொம்ப ஈஸியா இருக்கும். ரிசார்ட் ஒன்றும் இப்போ இல்லையே. இப்போ இந்த ரெஜிஸ்ட்ரேஷன் மட்டும் முடியட்டும். இதுக்கு சுற்றும் சில கவர்மெண்ட் ப்ராஜெக்ட்ஸ் பைப் லைன்ல இருக்கு. அதுக்கப்புறம் மட்டும்தான் நாங்கள் ரிசார்ட்டுக்கு மூவ் பண்ணுறோம். அதுதான் சேஃப். உங்களுக்கு ஒன்றுமே வராது. கவர்மெண்ட்டுக்கு என்ன, காடாவது கடலாவது எல்லாமே பாலிடிக்ஸ் தான். We are also politics. കമല, കമല. അതെ, ഇതെന്ത് പരിപാടിയാ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്തിനാ? കാടിനെന്തിനാ പേടിക്കുന്നത്? ഇവിടെ മൊബൈലിന് റേഞ്ച് ഉണ്ടോ? BSNL ഹിന്ദുസ്ഥാൻ ബോൾ രഹാ ഹൈ. എന്തത്? മേക്കിംഗ് മെമ്മറീസ്. പരിചയമില്ലാത്ത വഴിയിലൂടെ വണ്ടി ഓടിച്ച് പരിചയമില്ലാത്ത കാട്ടിലൂടെ നടന്ന് നമ്മളിവിടെ എത്തിയില്ലേ?
നോക്കി അതിന്റെ ഓർമ്മയ്ക്ക് ഈ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതാ. ഇവിടെ നിന്ന് ഇങ്ങനെ മെയിൻ റോഡെത്തും. വഴിയൊക്കെ താനെ തെളിഞ്ഞു വരും. ശ്രദ്ധിച്ചു നോക്കിക്കേ. ദൂരെ നിന്ന് നോക്കുമ്പോഴേ കാടുള്ളൂ. അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ മരവും തനിച്ച. അത് ശരിയാണല്ലോ. ഞാനിത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. വന്ന വഴിക്ക് തന്നെ തിരിച്ചു കിടക്കാം. അതായിട്ടോ സേഫ്. വാ. மூப்பு ஓபி போயிருக்காரு. வந்ததான் என்ன ஒன்று சொல்ல முடியும் சார். இப்படி சொன்னா எப்படி? எங்க டைமுக்கு மதிப்பு இல்லையா? மூப்பர் இப்போ வருவார். அது வரைக்கும் சார் ஒரு வீடியோ பாருங்க. வீடியோ மண்ணாங்கட்டி. எல்லாரும் நல்லா கேட்டுக்க. இவங்ககிட்ட நீங்க பணம் வாங்கினது உண்மைனா உங்க இடத்த காலி பண்ணிட்டு போறதா நியாயம். முடியாது. அப்படி சொன்னா எப்படியா? இந்த பாரு, ரெஜிஸ்டர் ஆஃபீஸ்லேருந்து போக வேண்டாம். ஆஃபீஸே இங்கே வந்திருக்கா. இந்த ஃபைலில் ஒரு சைன் மட்டும் போட்டால் போதும். சைன் பண்ணாலும் உடனே இங்கேருந்து மாற தேவையில்லை. டவுனில் புது ஊர் பண்ணதுக்கப்புறம் 6 மாதத்துக்குள்ள மாறியா போதும். முடியாதுன்னு சொல்லிட்டான்ல. அப்படின்னா இவங்ககிட்ட வாங்கின காசை திருப்பி கொடுங்க. மேட்ரு முடியட்டும். கொடுக்குறேன். எப்போ தெரியும்? நாளைக்கு கொடுக்குறேன். காலையில் வந்து வாங்கிட்டு போங்க. சும்மா சொன்னா மட்டும் போகாது. சொன்ன மாதிரி நடந்துக்கிறேன். இல்லை சிக்கலாயிரும். சார், ஒரு வார்த்தை சொன்னது தான். உங்கள் பணம் நாளைக்கு கிடைக்கும். ஆனால் பூமி கிடைக்காது. போதுமா சார்? இதெல்லாம் முதல்ல பேசி ஃபிக்ஸ் பண்ண மாட்டீங்களா? ஏன் டைம் வேஸ்ட் ஆகுதுல்ல? പണ്ടാരം അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. சும்மா விளையாடாதீங்க. விஷயம் வேற மாதிரி போயிடும். இது எங்கள் காடு. இங்கே ராசாவும் இல்லை, போலீஸும் இல்லை. இங்கே வந்து எங்களை மிரட்டிட்டு ஒருத்தங்க கூட உயிரோடு திரும்ப போக முடியாது. பார்க்கணுமா? അത് നിങ്ങൾ തകർത്തല്ലോ. ആ രവിക്ക് ഇങ്ങനൊരു പണി കിട്ടേണ്ടത് ആവശ്യമായിരുന്നു. എൻ്റെ ഈ സ്ഥലത്ത് റെയ്ഡ് നടത്തിയിട്ട് ഒരു പകൽ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ എത്തിണ്ടാവുമാരെന്നെ മറക്കാൻ പറ്റുമോ? ഇതറിഞ്ഞ ആ തോമ പാഞ്ഞു വരും. വെള്ളം അടിക്കാന്ന് വെച്ചിട്ട് അവൻ മുങ്ങിയത്. വേണ്ട, ഉള്ളവര് മതി. അത്രയുള്ളൂ മനുഷ്യന്മാര്. ആ സഫറിനെ ഈ രവിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ ഞാനാ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കച്ചവടം വന്നപ്പോൾ എന്നോടൊരു വാക്ക് പറയാതെ അവൻ അവന്മാരോടൊപ്പം കൂടി. അവൻ അല്ലെങ്കിൽ ഒരു നെറിയില്ലാത്തവനാ. തന്തയും തള്ളയില്ലാതെ വളർന്നതല്ലേ. അതിന്റെ ഗുണം കാണിക്കാതിരിക്കൂ. ഇനി ഞാൻ ഡ്രൈവ് ചെയ്യണ്ടല്ലോ. ഓടിച്ചു. വന്ന സ്പീഡിൽ തന്നെ ഓടിച്ചാ പെട്ടെന്ന് തിരിച്ചെത്താം. മറ്റേ ഡീലിൻ്റെ കാര്യത്തിലൊരു ടെൻഷൻ. കാട്ടിലെന്താ റിയൽ എസ്റ്റേറ്റ്? ഇവിടുത്തെ കുറച്ച് ട്രൈബൽസ് അവരുടെ സ്ഥലം കൊടുത്ത് ടൗണിലോട്ട് പോകാൻ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. ഞാനത് ഫെസിലിറ്റേറ്റ് ചെയ്തത്. അതെൻ്റെ രജിസ്ട്രേഷൻ ആയിരുന്നു. ഓ, ബിസി പീപ്പിൾ. ഞാൻ ബിസി ഒന്നുമല്ല. ഐ ആം ടോട്ടലി ഫ്രീ. സോ ഇനി എന്താ വേണ്ടേ? എനിക്കൊരു 2 മണിക്ക് തിരിച്ചു പോയാൽ മതി. എന്ത് വേണേലും ആവാം. പണ്ടൊരിക്കൽ ഞാൻ OLX പോസ്റ്റ് ചെയ്തൊരു റിസോർട്ട് ഓർമ്മയുണ്ടോ? വിച്ച് വൺ? നിറയെ മരങ്ങളൊക്കെ ഉള്ള, മുന്നിലൊരു പുഴ, പുഴയ്ക്കപ്പുറം കാട്. എപ്പോഴെങ്കിലൊക്കെ അവിടെ വരണമെന്ന് കമല എന്നോട് ചാറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഓ യാ, ഐ റിമെമ്പർ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് അങ്ങോട്ട് പോയാലോ? നല്ല ബീഫ് ഫ്രൈ ഒക്കെ വെച്ച് ഒരു ഉഗ്രൻ ഊണി ഞാൻ ഓഫർ ചെയ്യും. ബീഫ് ഇഷ്ടമുള്ള ഫുഡ് എന്നല്ലേ പറഞ്ഞു. എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നോ പ്രോബ്ലം. പോവാം. പക്ഷേ 2 മണിക്ക് എന്നെ ബസ് സ്റ്റാൻഡിൽ വിടണം. പിന്നെന്താ, 2 മണിയാവാൻ എൻ്റെ ഒരുപാട് സമയമുണ്ടല്ലോ. വരും. ഇതാണ് സ്ഥലം. റിസോർട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എൻ്റെ 2 ഫ്രണ്ട്സ് 1 കൊല്ലം മുന്നേ വാങ്ങിച്ചത്. വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇത് റീഓപ്പൺ ചെയ്യണോ അതിന് വിൽക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായി. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുക. ഓ, ഓക്കെ. ഇഷ്ടപ്പെട്ടോ? പിന്നെ കം, ഐ ഷോ യു അറൗണ്ട്.